ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോ ഇന്ന് രാവിലെ മുതൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാം. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുപോലെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുക, ചാനലിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ, വ്യൂസ് കുറയുമോ, വ്യൂസ് കൂടുമോ, ഈ രീതിയിലേക്ക് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മളെ ക്രിയേറ്റേഴ്സിനെ ഒഫീഷ്യലി യൂട്യൂബ് അറിയിക്കുന്ന അലേർട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറയാം. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കാണുന്നത്. ഹെൽപ്പ് us പ്രൊമോട്ട് ഫെയർനെസ് ആൻഡ് എൻഷുർ ദാറ്റ് യൂട്യൂബ് വർക്ക്സ് for everyone by voluntarily telling us about yourself. We will keep responses confidential എന്നുള്ളതാണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സാധാരണ യൂട്യൂബിൽ സർവേ വരാറുണ്ട്, അതുപോലെ ഒരു സർവേ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതിലൊരു വാക്കുണ്ട്, വി വിൽ കീപ് റെസ്പോൺസ് കോൺഫിഡൻഷ്യൽ എന്നുള്ളത്. അപ്പൊ നമ്മളോട് നമ്മളെ കുറിച്ചാണ് ചോദിക്കുന്നത്, നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് യൂട്യൂബ് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യൂട്യൂബിന്റെ ആ ഒരു മുന്നോട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു റെസ്പോൺസ് ചോദിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഗോ ടു ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ് ഈ ഒരു ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ് എന്നുള്ള ഭാഗത്തും ഈ ഒരു സർവേ അവൈലബിൾ ആണ്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. പ്രൊവൈഡിങ് ദിസ് ഇൻഫർമേഷൻ ഈസ് ഓപ്ഷണൽ. നിങ്ങൾ ഈ സർവേയിൽ പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണൽ ആണ്, നമ്മുടെ ചോയ്സ് ആണ്. യു മേ ഡിലേറ്റ് യുവർ ആൻസർ അറ്റ് എനി ടൈം. നമുക്ക് ഈ ഒരു ആൻസർ ഏത് സമയത്തും ഡിലേറ്റ് ചെയ്യാൻ കഴിയും. ദ ഇൻഫർമേഷൻ യു പ്രൊവൈഡ് വിൽ നോട്ട് ബി യൂസ്ഡ് ടു ഇമ്പാക്ട് യുവർ കണ്ടന്റ് ഓർ ചാനൽസ് പെർഫോമൻസ് ഇൻ യൂട്യൂബ് സിസ്റ്റം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആൻസറിനനുസരിച്ചിട്ട് യൂട്യൂബ് നമ്മുടെ ചാനലിൽ ഒരു മാറ്റം വരുത്തുന്നതല്ല. ഇതുവരെ നിങ്ങളുടെ ചാനലിൽ എങ്ങനെയാണോ പെർഫോമൻസ് അതുപോലെ തന്നെ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ മാറി നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനൊന്നും ബാധിക്കുന്നതല്ല. അപ്പൊ അത് ഓക്കെ. പിന്നെ അടുത്തൊരു പോയിന്റ്, യു ക്യാൻ അപ്ഡേറ്റ് യുവർ റെസ്പോൺസ് വൺസ് എവറി 45 days എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും അത് അവിടെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായി. പകരം നമുക്കത് എഡിറ്റ് ചെയ്യാം. നമുക്കത് 45 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു തവണ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഇനി നമുക്കത് ഓക്കെ, നമ്മൾ ഇതിന് ഈ ഒരു സർവേയിൽ നമ്മൾ ഓക്കെ ആണ്, ഞാൻ പങ്കെടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേക്ക് സർവേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. വി നീഡ് യുവർ ഹെൽപ്പ് ടു മേക്ക് യൂട്യൂബ് മോർ ഇൻക്ലൂസീവ്. ടേക്ക് ദീസ് 7 questions സർവേ. ഇറ്റ് വിൽ ഓൺലി ടേക്ക് 5 minutes. ഒരു 7 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു സർവേ ആണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് തീർക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. ഇനിയുള്ള പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സർവേ യൂട്യൂബ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് യൂട്യൂബ് ഇവിടെ പറയുന്നുണ്ട്. ഹൗ അവർ അൽഗോരിതം ആൻഡ് സിസ്റ്റം ട്രീറ്റ് കണ്ടന്റ് ഫ്രം വേരിയസ് കമ്മ്യൂണിറ്റീസ്. അതായത് വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിൽ യൂട്യൂബിന്റെ അൽഗോരിതം എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. ഇപ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ ലോകത്ത് നിലവിലുണ്ടല്ലോ. അപ്പോൾ ഡെമോഗ്രാഫിക് പരമായിട്ട് അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് യൂട്യൂബിലെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് യൂട്യൂബ് ഇവാലുവേറ്റ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ആൻസർ. എന്നിട്ട് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, യൂട്യൂബിന്റെ ആ ഒരു അൽഗോരിതം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് യൂട്യൂബിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ യൂട്യൂബ് അതിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർവേ സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല യൂട്യൂബിന്റെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. യൂട്യൂബ് അത് ചോദിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അത് ചോദിക്കുകയാണ്. പക്ഷെ അതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് യൂട്യൂബ് സൂക്ഷിക്കും, പുറത്തേക്കൊന്നും ഷെയർ ചെയ്യില്ല എന്നും പറയുന്നു. അപ്പൊ കൂടുതൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. അതുപോലെ ഹൗ വേരിയസ് കമ്മ്യൂണിറ്റീസ് ആർ ഗ്രോവിംഗ് ഓൺ യൂട്യൂബ് നമുക്ക് മനസ്സിലായി. അതായത് യൂട്യൂബിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിലുള്ളവരുടെ ആ ഒരു വളർച്ച എങ്ങനെയുണ്ട്, ഗ്രോത്ത്, ചാനലിന്റെ പൊട്ടൻഷ്യൽ പാറ്റേൺസ് ഓർ അബ്യൂസ് ഇൻക്ലൂഡിങ് ഹറാസ്മെന്റ് ആൻഡ് ഹെയ്റ്റ്. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. ഹറാസ്മെന്റ്, ഹെയ്റ്റ് സ്പീച്ച് ഇതൊക്കെ ആരെയാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ കറന്റ് പ്രോഗ്രാം, ക്യാമ്പയിൻ ആൻഡ് ഓഫറിങ്സ് എന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ ഇവര്
ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂട്യൂബ് എന്ത് ചെയ്തു ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു സർവേ കഴിയുന്നതോട് കൂടിയിട്ട് അവർ എന്തെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പയിന് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇതിലൊക്കെ പങ്കെടുക്കാനുള്ള ചാൻസ് വരുന്നതാണ്. അപ്പൊ നമുക്കത് കൂടുതൽ നോക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമ്മൾ മുന്നോട്ട് പോകാം. ഇത് യൂട്യൂബ് ഒരിക്കലും പബ്ലിക് ആക്കുന്നതല്ല. അത് നമ്മുടെ സമ്മതത്തോട് കൂടിയിട്ടല്ലാതെ, നമ്മുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് ആക്കുകയുള്ളൂ. എന്തെങ്കിലും ആവശ്യത്തിന് പബ്ലിക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളോട് കൺസെന്റ് ചോദിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏത് സമയത്തും ഈ ഒരു ഡാറ്റ യൂട്യൂബിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും കഴിയുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നേരെ സർവേയിലോട്ട് പോകാം. അപ്പൊ മെയിൻ ചാനൽ ലീഡ് എന്ന് കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ആരാണ് ലീഡ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു 7 ക്വസ്റ്റ്യൻ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു ചാനൽ എത്ര പേര് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്, നമ്മുടെ ചാനലിന്റെ ആ ഒരു മെയിൻ റോൾ ആർക്കാണ്, ആരിലൂടെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒറ്റക്കാണെങ്കിൽ മൈ ചാനൽ ഹാസ് 1 മെയിൻ ലീഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പൊ അതങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഡെമോഗ്രാഫിക്സ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. മലയാളം നമുക്ക് കൊടുത്ത് അങ്ങനെ പോകാം. അപ്പൊ അതിന്റെ ശേഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഈ ഒരു ഐഡന്റിറ്റി എന്താണ് ചോദിക്കുന്നത് മനസ്സിലായി. ഡു യു ദി മെയിൻ ലീഡ് തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് എ മെമ്പർ ഓഫ് ദി LGBTQ കമ്മ്യൂണിറ്റി എന്നുള്ളത്, അതായത് ഇൻക്ലൂഡിങ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു ലെസ്ബിയൻ, ഗേ, സെക്ഷൽ, ബിജെൻഡർ, ട്രാൻസ്ജെൻഡർ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഒരു ഐഡന്റിറ്റി യൂട്യൂബ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതിലേതെങ്കിലും ഈ ഒരു LGBTQ+ നമ്മൾ അംഗമാണോ, അതിൽ ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ എന്ന് യൂട്യൂബ് ചോദിക്കുന്നുണ്ട്. ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ല, അതല്ലേ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആൻസർ പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും യൂട്യൂബ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ താഴോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് താഴെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുമായിട്ട് നമ്മുടെ ഐഡന്റിറ്റിയുമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡു യു ദി മെയിൻ ലീഡ് തിങ്ക് ഓഫ് യുവർ സെൽഫ്, സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ, വുമൻ ആൺ മാൻ. ഒരുപാട് ഓപ്ഷൻസുകൾ അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നൽകാം. ആർ യു ദി മെയിൻ ലീഡ്, നമ്മളാണോ മെയിൻ ലീഡ് എന്നുള്ളത്, ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് താല്പര്യമുണ്ടെങ്കിൽ പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ പറയാതെ നമുക്കത് ഒഴിവാക്കി കൊടുക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദിസ് ചാനൽ എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൽ ആൻസർ കൊടുക്കാം. അപ്പൊ ഇതിലൊന്നും ഇപ്പൊ നിങ്ങളുടെ ഒരു ചോയ്സിലേക്ക് ഞാൻ ഈ ഓപ്ഷൻ കൊടുക്കൂ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കൂ എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഇതിന്റെ അവസാനത്തിൽ നമുക്ക് നോക്കാം. ഡു യു വാണ്ട് ടു ബി ഇൻവൈറ്റഡ് ടു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് ആൻഡ് സെലിബ്രേഷൻസ് ബേസ്ഡ് ഓൺ യുവർ ആൻസർ? അതായത് നമ്മുടെ ആൻസറിന്റെ ആ ഒരു ആൻസർ അനുസരിച്ചിട്ട്, നമ്മൾ കൊടുത്ത ആൻസർ അനുസരിച്ചിട്ട് യൂട്യൂബ് സംഘടിപ്പിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം, സെലിബ്രേഷൻസിനൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ യെസ് കൊടുക്കാം. അങ്ങനെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം, ഇവന്റ്സ്, റിസർച്ച് ആൻഡ് ക്യാമ്പയിൻസ്, എന്തെങ്കിലും വർക്ക്ഷോപ്പ്, സെഷൻസ്, ഇതിലൊക്കെ നമുക്ക് അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സർവേ കൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ശേഷം നമുക്ക് സബ്മിറ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആൻസർ അവിടെ സേവായി കിടക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ പോയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്ത ആൻസർ നമുക്ക് തെറ്റാണെങ്കിൽ എഡിറ്റ് ചെയ്യാം. 45 ദിവസത്തിനുള്ളിൽ എഡിറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെ ആൻസർ കൊടുത്തു എന്നതുകൊണ്ട് നമ്മുടെ ചാനലിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കുന്നതല്ല. ഇതാണ് ഈ ഒരു സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ ലേൺ മോർ എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പൊ ഇത് പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആൻസർ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അപ്പൊ ഇതുപോലെയുള്ള ഇവന്റ്സ്, എന്താ പറയുക, പ്രോഗ്രാംസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂട്യൂബിന്റെ പോളിസി, അവരുടെ ആ ഒരു അൽഗോരിതം ഒക്കെ എങ്ങനെ വർക്കാകുന്നു, അതുപോലെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റിയെ യൂട്യൂബ് എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ചാനൽ ഈ ഒരു നിലവിലെ സിസ്റ്റം അനുസരിച്ചിട്ട് ഗ്രോ ആകുന്നുണ്ടോ, അത് അവര് ആക്ഷേപിക്കപ്പെടുന്നുണ്ടോ, അവർ ഒരു ഹെയ്റ്റ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ആരാണ്, നമ്മൾ ഇതിൽ ഏതിൽ പെടുന്നു എന്നൊക്കെ യൂട്യൂബിന് അറിയണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. അപ്പൊ യൂട്യൂബ് ഒരിക്കലും ഇത് അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യണമെന്നും പറയുന്നില്ല, ഓപ്ഷണലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. എന്തായാലും വളരെ നല്ലൊരു കാര്യം. കാരണം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കാണുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അലേർട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം.
കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് കൺഫ്യൂഷൻ മാറിയിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.